വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 9ാമത്തെ ചാപ്റ്ററാവും നിങ്ങളെ ലൈൻസ് ആൻഡ് ആംഗിൾസ്, വരകളും കോണുകളും. അപ്പോൾ അതൊക്കെ നമ്മൾ ടെസ്റ്റിനകത്തിലെ തുടങ്ങുന്നതിന് മുമ്പേ ഇതൊക്കെ എന്താണെന്ന് ഒന്ന് പഠിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പേ ഇതൊക്കെ എന്താ ലൈൻസ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്താവും നിങ്ങളൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡോട്ട് നോക്കട്ടെ. നമ്മളിങ്ങനെ എഴുതത്തില്ല, ഒരു സെൻറ്റൻസ് എഴുതിയാൽ തന്നെ അവസാനമായിട്ട് ഇങ്ങനെ കൊടുക്കത്തില്ലേ. അതായത് നമ്മൾ കോമ്പസിൽ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോഴേ ആ കോമ്പസിൻ്റെ നടുക്ക്, ആ സർക്കിളിൻ്റെ നടുക്ക് കോമ്പസ് വെക്കത്തില്ലേ ഒരു പോയിന്റിൽ, മനസ്സിലായോ? എ ഡോട്ട് ആൻഡ് എക്സാക്റ്റ് ലൊക്കേഷൻ. പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിന്ദുവാണ്, ഒരു കൃത്യമായ സ്ഥാനം എന്നാണ് അർത്ഥം. ഒരു പോയിന്റ്, നമുക്കിതിൽ തുടങ്ങാം. ഒരു പോയിന്റിൽ കേട്ടോ നമ്മൾ പഠിക്കുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. അപ്പോൾ അതിനകത്തിൽ എന്താണ് പോയിന്റ്, അതുപോലെ തന്നെ ലൈൻ എന്താണ്? ലൈൻ എന്ന് വെച്ചാൽ രേഖ അല്ലെങ്കിൽ വര എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എന്താണ്? എ സ്ട്രെയിറ്റ് പാത്ത് ദാറ്റ് എക്സ്റ്റെൻഡ് ഫോർ എവർ ഇൻ ബോത്ത് ഡയറക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു ദിശകളിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, എന്നേക്കുമായി നീളുന്ന ഒരു നേരായ പാതയാണ്. ഇതൊക്കെ നമുക്കിനി അങ്ങോട്ടുള്ളത് പഠിക്കാനുണ്ട്, അതുകൊണ്ടൊന്ന് ആദ്യമേ അത് പറയാം കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ഇതൊക്കെ പഠിക്കാനുണ്ട്. ഇനി നോക്കൂ, നിങ്ങൾ എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇവിടെ അങ്ങോട്ടും ഇവിടെ രണ്ട് എൻഡ്, ഇവിടെ പോയിന്റ് ഒരു വരയുടെ നോക്കി, ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത്, അല്ലെ രേഖ അല്ലെ വര എന്ന് പറയുന്നത്. റേ എന്നാൽ എന്താണ്? രശ്മി. റേ എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും പഠിക്കാണ്ട്. എ ലൈൻ വിത്ത് വൺ എൻഡ് പോയിന്റ്, ഒരു എൻഡ് പോയിന്റിൽ നിന്നും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ടോർച്ച് അടിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ? ടോർച്ച് അടിക്കുമ്പോൾ എന്താണ്? ആ ടോർച്ചിൻ്റെ ഒരു ഇതിൽ പോയിന്റിൽ നിന്നും ഇങ്ങനെ പ്രകാശം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ എന്ന് പറയുന്ന സൂര്യനിൽ നിന്നും ഇങ്ങനെ കണ്ടോ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു എൻഡ് പോയിന്റിൽ നിന്നും പോയിക്കൊണ്ടേയിരിക്കുന്നതിനെയാണ് നമ്മൾ റേ അല്ലെങ്കിൽ രശ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കണം. എന്താണ് പോയിന്റ്, എന്താണ് ലൈൻ, എന്താണ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തോട്ടും ഇരു ദിശകളിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണ് ലൈന്. റേ എന്ന് വെച്ചാൽ ഒരു ദിശയിലോട്ട് മാത്രമേ പോകത്തുള്ളൂ. ഇനി അടുത്ത ലൈൻ സെഗ്മെന്റ് എന്താണ്? ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരയ്ക്ക് രണ്ട് അവസാന ബിന്ദുക്കളുണ്ട്. നോക്കിക്കേ, ഇത് ഇത്രേ ഉള്ളൂ, ഇവിടുന്ന് ഇവിടെ വരെ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ സ്കെയിലിൽ നമ്മൾ 0 മുതൽ 6 വരെ വരച്ചാൽ അവിടെ തീർന്നു. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. എ പാർട്ട് ഓഫ് എ ലൈൻ ദാറ്റ് ഹാസ് 2 എൻഡ് പോയിന്റ്, അല്ലേ? ഒരു വരയ്ക്ക് 2 അവസാന ബിന്ദുക്കൾ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കണക്ക് ഞാൻ കണ്ട് കുഞ്ഞുങ്ങളെ കമൻറ്റ് കണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് എന്താ വേറെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, വെളിയിൽ നിന്നാണ് ചോദിച്ചത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒന്നുമല്ല പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കാണുന്ന ക്വസ്റ്റ്യനിലുള്ളതെന്നൊക്കെ നമ്മൾ അല്ലേ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മനസ്സിലായി. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ തന്നിരിക്കുന്നത് മാത്രം ടെസ്റ്റിനകത്തിലെ എക്സർസൈസും ചെയ്തിട്ട കണക്കുകൾ മാത്രം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ്. ഇപ്പം നോക്കി, ഒരു ലൈൻ സെഗ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരയ്ക്ക് 2 അവസാന ബിന്ദു, ഇത് നോക്കി, നമ്മൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുകയെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിൽ അറിഞ്ഞിരിക്കണം. ഇപ്പം റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നതിനെയാണ് റേ. 2 സ്ഥലത്തോട്ടും പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ ലൈൻ എന്ന്. ലൈനും ലൈൻ സെഗ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇരു ദിശകളിലേക്കും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എന്താ ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? 2 എൻഡ് പോയിന്റ് ഉണ്ട്, പിന്നെ അങ്ങോട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളെ പാരലൽ ലൈൻ എന്നാൽ എന്താണ്? ലൈൻസ് ദാറ്റ് വിൽ നെവർ മീറ്റ് ഓർ ഇന്റർസെക്റ്റ്. നോക്കിയേ, ഇവർ നെവർ മീറ്റ്. ഇങ്ങനെ നോക്കിയേ, ഇവർ തങ്ങളിൽ നോക്കിയേ, പാരലൽ ലൈന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പാരലൽ ലൈൻസ് വെച്ചാൽ സമാന്തര രേഖ. ഇവർ തങ്ങളിൽ ഒരു ബന്ധവുമില്ല. ഇവർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ? ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കണം, ഇവിടെയും 2 ആയിരിക്കണം. നമ്മുടെ റെയിൽവേ ട്രാക്കൊക്കെ കണ്ടിട്ടില്ലേ? ഇവർ തങ്ങളിൽ ഒരു കാരണവശാലും ഈ ലൈനും കൂടി എന്ത് ചെയ്യുക? കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെ കൂട്ടിമുട്ടാതെ, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെ കൂട്ടിമുട്ടാതെ പോകുന്ന വരയെ പറയുന്നതാണ് പാരലൽ ലൈൻസ് എന്ന് കേട്ടോ. ഇനി അടുത്തത് പെർപെൻഡിക്കുലർ ലൈനുണ്ട്. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു വര വരച്ചിട്ട്, അല്ലേ, ലൈൻ ദാറ്റ് ഇൻ്റർസെക്റ്റ് ടു ഫോം 4 റൈറ്റ് ആംഗിൾ. ഒരു വര വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിനെ നേരെ നടുക്കുകൂടി, അല്ലേ, നമ്മൾ ബൈസെക്റ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ബൈസെക്ടർ ഇങ്ങനെ നേരെ നടുക്കുകൂടെ വരയ്ക്കുക, നേരെ നടുക്കൂടെ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 90 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് 90 ആയിരിക്കും, അതിൻ്റെ താഴെ ഒരു 90 ആണ്, റൈറ്റിൽ ഒരു 90. നോക്കിയേ, 1 2 3 4 റൈറ്റ് ആംഗിൾ. ഈ റൈറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
എന്താണ് 90 ഡിഗ്രി ഉള്ള ആംഗിളിന് പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോണെന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോൺ. ഇനി അടുത്ത ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്താവും നിങ്ങൾ? ഇൻ്റർസെക്റ്റിങ്ങിന് ലൈൻ ദാറ്റ് ക്രോസ്, ഒരു ലൈനെ മറ്റൊരു ലൈൻ ഇങ്ങനെ വെട്ടി എഴുതായി. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു ബേസ് എന്ന് വെച്ചാൽ ഇത് കണ്ട് മനസ്സിലാക്കണം കേട്ടോ, കാണാതെ പഠിക്കാനല്ല. ഇതൊക്കെ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇനി അങ്ങോട്ടുള്ള കണക്കുകളിൽ ഇങ്ങനെയുള്ള ഇതുണ്ട്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കാമെങ്കിൽ ആ കണക്കുകൾ എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതാ? ലൈൻ നോക്കണേ കണ്ടോ. റേ എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്നും പോകുന്നതാണ്. ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ അതിന് രണ്ടിനും അവസാന പോയിന്റുകളുണ്ട്, അങ്ങോട്ടില്ല. പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവർ തങ്ങളിൽ ഒരു കാരണവശാലും അവർ തങ്ങളിൽ കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റൈറ്റ് ആംഗിളാണ്. അതായത് നോക്കിയേ, ഇവിടെ 90 ആണെങ്കിൽ അല്ലേ, ഇപ്പുറത്തെ 90, ഇവിടെ അങ്ങനെ 4 റൈറ്റ് ആംഗിൾ വരുന്നുണ്ട്. ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് ദാറ്റ് ക്രോസ് കേട്ടോ, ഒരു ലൈൻസിനെ ക്രോസ് ചെയ്ത് കേട്ടോ. ഈ 7 എണ്ണം ഒന്ന് പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ടെസ്റ്റിനകത്തിൽ നമുക്ക് വെൻ ലൈൻ മീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലൈൻ. അപ്പോൾ അത് നമ്മൾ ഇനി അടുത്തത് പഠിക്കുന്നത് ആംഗിൾ എന്താണെന്നാവും നിങ്ങൾ കേട്ടോ. ആംഗിൾസ് എന്നാൽ എന്താണ്? വെൻ 2 റേസ് മീറ്റ് അറ്റ് എ കോമൺ എൻഡ് പോയിന്റ് ഇറ്റ്സ് കാൾഡ് വെർട്ടെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം? വെൻ 2 റേ, നമ്മൾ റേ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ, ഒരു എൻഡ് പോയിന്റിൽ നിന്നും ഇങ്ങനെ പോകുന്നതിനെയാണ് റേ. ഇപ്പം നമ്മൾ ആ റേ പഠിച്ചായിരുന്നല്ലോ. ഒരു എൻഡ് പോയിന്റിൽ നിന്നും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നതിനെ എന്ത് പറയുന്നത്? റേ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഇനി ആ എൻഡ് പോയിന്റിൽ, ഇവിടെ എൻഡ് പോയിന്റ് ആണല്ലോ, ആ എൻഡ് പോയിന്റിൽ നിന്ന് നമുക്ക് എങ്ങോട്ടൊരു ലൈൻ വരച്ചാലും, ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ, എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ ഇങ്ങനെ വരച്ചാൽ, മനസ്സിലായോ? അതിനെല്ലാം ഒരു കോമൺ എൻഡ് പോയിന്റ്, ഒരു എൻഡ് പോയിന്റേ ഉള്ളൂ. മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ നമ്മൾ എന്താ? കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ എൻഡ് പോയിന്റിന് നമ്മൾ പറയുന്നത് വെർട്ടെക്സ് എന്നാണ്. എന്താണ്? വെർട്ടെക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഒരു റേ അല്ലെങ്കിൽ ഒരു രശ്മി അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഒരു രശ്മി, ഇതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു രശ്മി, ഇതിൻ്റെ ആ എൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ തുടങ്ങുന്നത് അല്ലേ, അവിടെ നിന്നും എങ്ങോട്ട് നമ്മൾ ഒരു വര വരച്ചാലും അല്ലേ, ഒരു റേയും കൂടെ വരച്ചാൽ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോകുന്ന റേ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, രശ്മി, അതിൽ തന്നെ വേറൊരു റേ കൂടെ വരച്ചാൽ, അങ്ങനെ ആയപ്പോൾ എത്ര റേ ആയി? 2 റേ ആയി അല്ലേ, റേസ് അല്ലേ, 2 റേസ്, രശ്മിയായി. അപ്പോൾ അതിന് പറയുന്ന പേര് ടു മീറ്റ് അറ്റ് എ കോമൺ എൻഡ് പോയിന്റ്. ഇതിന് ഈ എൻഡ് പോയിന്റിന് പറയുന്നത് എന്താണ്? വെർട്ടെക്സ്. VERTEX. നമ്മൾ ഈ കോർണർ, മൂല എന്നൊക്കെ പറയത്തില്ലേ, അതാ കേട്ടോ, വെർട്ടെക്സ്. ഓക്കെ ആണോ? നമുക്കിനി ചെയ്ത് നോക്കാം. ഇവിടെ ടെസ്റ്റിൽ കണ്ടോ, ഇങ്ങനെ കുറേ പടം തന്നിട്ടുണ്ട്. അതായത് ആംഗിളുകൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാവും നിങ്ങളെ ആംഗിളുകൾ കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്ക് ആംഗിൾ തന്നെ പല വിധമുണ്ട്. നിങ്ങൾ അതിൻ്റെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. നമ്മൾ നേരെ വരയ്ക്കുന്ന ആംഗിളുകൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ നേരെ വരയ്ക്കുക, ഇങ്ങനെ വരച്ചിട്ട് നേരെയാണെങ്കിൽ അത് പഠിച്ചു വെച്ചേക്കണേ കണ്ടോ. ഇങ്ങനെ വരയ്ക്കുന്ന ആംഗിളിനെ നമ്മൾ റൈറ്റ്, ഇവിടെ ഇങ്ങനെ ഒരു കട്ട പോലെ കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു കട്ട കണ്ടോ, ഇതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്നാണ്. നേരെയാണല്ലോ, റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പുറത്തെ പേജിൻ്റെ പാടുണ്ടല്ലേ, എന്നാലും മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ, ഒരു റേ വരയ്ക്കുക അല്ലേ, അതിൽ നിന്നും നമ്മൾ നേരെ മേപ്പോട്ട് ഒരു റേ വരയ്ക്കുക അല്ലേ. അങ്ങനെ എന്താ, ഇനി ലൈൻ സെഗ്മെൻ്റ് എന്ന് ആക്കിയാലും, ലൈൻ സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ? 2 എൻഡ് പോയിന്റ്, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അവിടെ ഇങ്ങോട്ടും എന്താ, ഇവിടെ ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇങ്ങനെ നമുക്ക് ആംഗിളുകൾ വരയ്ക്കാം. ഇപ്പം നമുക്ക് അത് പോട്ടെ, ഇതാണ്ട് നേരെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നേരെ സ്ട്രെയിറ്റ് നേരെ ഇരിക്കുന്ന ആംഗിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എന്താണെന്ന് പഠിച്ചു, റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര നിങ്ങളെ 90 ഡിഗ്രി. അതായത് നിങ്ങളുടെ പൊട്രാക്ടർ എടുത്തിട്ട് കണ്ടോ, ഇത് പൊട്രാക്ടറാണ്. ഈ പൊട്രാക്ടർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സൂര്യൻ്റെ അവിടെ നേരെ വെച്ച് കണ്ടോ 90 ഡിഗ്രി. 90-ൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ 90. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 90 ഡിഗ്രി ഉള്ള ആംഗിളിനെ നമ്മൾ മട്ടകോൺ എന്ന് പറയുന്നു. ഇനി ഈ 90യേക്കാൾ കുറവുള്ളതുകൊണ്ട് കൂടുതലുള്ളതുകൊണ്ട് അല്ലേ. 90യേക്കാൾ കുറവെന്ന് വെച്ചാൽ എന്താ? അതിനിപ്പം നമ്മളൊരു വര വരച്ചു, പാടുണ്ടല്ലേ പുറത്ത്.
ഹലോ നിങ്ങളെ ഇത് എന്താണെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയാട്ടോ. ബേസ് അറിയാൻ വയ്യാതെ കിടന്ന് കണക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു നേരെ ഇരിക്കുന്ന ആംഗിളിനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു എന്താണ് റൈറ്റ് ആംഗിൾ. സ്പെല്ലിംഗ് കൂടെ പഠിക്കണേ. റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോൺ. മട്ടകോൺ മലയാളം മീഡിയക്കാർക്ക് മട്ടകോൺ. അതിൻ്റെ പ്രത്യേകത ഇവിടെ ഇങ്ങനെ കട്ട പോലെ കൊടുക്കണ്ട കേട്ടോ, ഒരു കട്ട പോലെ. ഇത് എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രിയാണ് കേട്ടോ. ഇനി ഈ നേരെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതൊന്ന് ചരിച്ച് നമ്മൾ വരച്ചാൽ കണ്ടേ, ഇങ്ങോട്ട് ഇച്ചിരി ചരിച്ച് വരയ്ക്കുക. അതെന്ന് വെച്ചാൽ 90-നേക്കാൾ കുറവാണ്. ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയേക്കാൾ കുറവായിട്ടുള്ള, ഇപ്പം ഞാനിതൊരു 40 ഡിഗ്രിയാണെന്ന് വെച്ചു, 40 ഡിഗ്രിയുള്ള ഒരു ആംഗിളാണെന്ന് വെച്ചു. അതിനെ നമ്മൾ എന്ത് പറയുന്നു? അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുന്നത്. അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിളിൻ്റെ മലയാളം എന്താവും നിങ്ങളെ? ന്യൂന കോണമെന്നാണ് കേട്ടോ. ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചു വെച്ചേക്കണേ. അപ്പം നേരെ ഇരിക്കുന്നതാണെങ്കിൽ കേട്ടോ മട്ടകോൺ എന്നാണ്. 90 ഡിഗ്രിയേക്കാൾ കുറവായിട്ടുള്ളത് അതെന്ന് വെച്ചാൽ 10, 20 നമ്മുടെ പ്രൊട്രാക്ടറിലില്ലേ 10, 20, 30, 40, 50 അങ്ങനെ പോയിട്ട് 90-നകം 90-ക്ക് അകമുള്ള ഈ താഴത്തെ എടുത്താൽ മതി കേട്ടോ. താഴത്തെ മേളത്തെ ഇപ്പുറത്താണ്. അതുകൊണ്ട് നമുക്ക് താഴത്തെ ഈ 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള, അതായത് ഈ 0 മുതൽ ഈ 89 കണ്ടോ ഇവിടെ അങ്ങനെ വരുന്നത് എന്താ? 90-നേക്കാൾ ലെസ് ദാൻ 90 ഡിഗ്രി ഉള്ളതിനെ ന്യൂനകോൺ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായതിനെയോ? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായതിനെ എന്താ പറയുന്നത്? ഇവിടെ ഒരു വര വരയ്ക്കുക. അതെ, 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ കണ്ടോ, 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ഇവിടെ ഒരു ആംഗിളുണ്ട് കണ്ടോ. നേരെയാണെങ്കിൽ അത് 90 ഡിഗ്രി മട്ടകോണ്. അതിനേക്കാൾ ചെറുതാണെങ്കിൽ അത് ന്യൂനകോൺ അല്ലേ, അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ. ഇനി അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ ഇത് വേണ്ട, ബൃഹത് കോൺ. ഉണ്ടോ? ഇത് വേണ്ട. ഈ 3 ആംഗിളിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോ കോണുകളെ കുറിച്ചാണ്. റൈറ്റ് ആംഗിൾ, ഞാൻ ഇച്ചിരിതാണ്ട് റൈറ്റ് ആംഗിൾ, നേരെ ഇരിക്കുന്ന ആംഗിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നു. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ, ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ ന്യൂനകോൺ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ ബൃഹത് കോൺ എന്ന് പറയുന്നു. ഈ 3 എണ്ണം നല്ലപോലെ പഠിച്ചല്ലോ. മലയാളവും ഇംഗ്ലീഷും എഴുതിയെടുക്കണേ നിങ്ങളെ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇത് ഇവിടെ നോക്കണേ. അതായത് ഒരു വര വരച്ച് മറ്റൊരു വര ഒരറ്റത്തു നിന്നും വരയ്ക്കുന്നതിന് പകരം വരയിലെ വേറൊരു സ്ഥാനത്തു കൂടി വരച്ചാലോ, അതായത് ഇപ്പം നമ്മൾ വരച്ച ഇതിൻ്റെ എല്ലാം നോക്കിയേ, എൻഡിലല്ലേ വരച്ചേക്കുന്നത്. ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ അല്ലേ വെച്ചാണ് നമ്മൾ ഈ വരച്ചേക്കുന്ന എല്ലാ വരയും അല്ലേ, അതാണ് ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചത്. എന്നാൽ അവർ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു വര വരച്ചിട്ട് ഈ ഒരു വര വരച്ചിട്ട് അതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു സൈഡിൽ വരച്ചാലോ എന്ന് ചോദിക്കുക. നോക്കിയേ, ഈ വര വരച്ചിട്ട് അതിൻ്റെ നേരെ നടുക്ക് വരച്ചാലും എന്താവും നിങ്ങളെ? നോക്കിയേ, ഇത് നേരെയല്ലേ, അപ്പോഴും എന്താ അത് റൈറ്റ് ആംഗിൾ തന്നെയാണ് കേട്ടോ. അതിന് ഒരു മാറ്റവും ഇല്ല. അത് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ എന്താ മട്ടകോൺ തന്നെയാണ്. അതിനൊരു മാറ്റവും വരുന്നില്ല കേട്ടോ, മട്ടകോണാണ്. ഇതും അതുപോലെ നമ്മൾ ഈ വര വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ എന്താ? രണ്ടാമത്തെ ഇത് ചരിഞ്ഞല്ലേ, ചരിഞ്ഞിരുന്നാലും എന്താ? അതെന്താ? ഒബ്റ്റ്യൂസാണ് കേട്ടോ, ന്യൂനകോണാണ്. ഇനി ഇത് നോക്കിക്കേ, 90-നേക്കാൾ കൂടുതലാണെങ്കിലും എന്താ? അത് ബൃഹത് കോണാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ കുത്തനെയാണെങ്കിൽ ഇരുവശത്തും മട്ടകോണ്, ചരിഞ്ഞാണെങ്കിൽ ഒരു വശത്ത് മട്ടത്തിനേക്കാൾ കുറവായിരിക്കും, മട്ടത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഇത് മട്ടം നേരെ ഇരിക്കുകയാണ്. ഇത് നോക്കിക്കേ, ഇതിനകത്തിലൊക്കെ ആംഗിൾ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ ഒരു ബിന്ദുവിലൂടെ ചുവടെ കാണുന്നത് പോലെ 50 ഡിഗ്രിയുള്ള ഒരു കോൺ വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമോ നിങ്ങൾ? ഇപ്പോൾ ഉദാഹരണത്തിന് സ്കെയിൽ എടുത്തിട്ട് ഒരു ആംഗിൾ നമുക്കൊന്ന് വരയ്ക്കാം. ഇനി അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിലോ, ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ, എത്രയോ ആയിക്കോട്ടെ കേട്ടോ, 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ 6
സീറോയിൽ തുടങ്ങണം കേട്ടോ, സീറോയിൽ. എന്നിട്ട് നമ്മൾ പൊട്രാക്ടർ എടുക്കുക. അതുകൊണ്ട് ഇതാണ് പൊട്രാക്ടർ. ഇതിനകത്ത് നമ്മുടെ വലത്ത് വശത്ത് ദാണ്ട് സീറോ വരത്തക്ക രീതിയിൽ എടുക്കുക. എന്നിട്ട് ദാണ്ട് ആ പോയിൻ്റിൽ തന്നെ നമ്മളിവിടെ ഒരു പോയിൻ്റ് കൊടുത്തായിരുന്നല്ലോ, കണ്ടോ, ആ പോയിന്റിൽ തന്നെ നമ്മൾ സൂര്യൻ്റെ ഒരു നടുക്കളത്തെ വര ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഇതിൽ വെച്ചിട്ട് സീറോയിലോട്ട് നമ്മൾ ആ വരച്ച വര കൊടുക്കുക, സീറോയിലോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പം 60 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളാണ്ട് താഴത്തെ 0, 10, 20, 30, 40, 50, 60, 60ൻ്റെ നേരെ മുകളിൽ കിടക്കുന്ന ആ വലിയ വര എടുക്കുക. 60ൻ്റെ നേരെ മുകളിൽ കണ്ടോ, നേരെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് നമ്മൾ സ്കെയിൽ തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, ഇതിനെ നമുക്ക് എന്താ 60 ഡിഗ്രി ആകുമ്പോൾ 90-നേക്കാൾ കുറവാണ്. അതുകൊണ്ട് അതിനെ എന്ത് പറയാം, അക്യൂട്ട് കേട്ടോ, അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ആംഗിൾ വരയ്ക്കാൻ പഠിച്ചല്ലോ. പേര് വേണമെങ്കിൽ ABC എന്നോ PQR എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അക്യൂട്ട് അല്ലെങ്കിൽ ന്യൂനകോൺ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. കോണ് വരയ്ക്കാൻ ഇനിയും അറിയത്തില്ലെന്ന് പറയല്ലേ, ന്യൂനകോൺ ആംഗിൾ വരയ്ക്കാൻ അറിയത്തില്ല എന്ന് പറയരുത്. ഇപ്പം അതിന് വരയുടെ നടുക്ക ഇപ്പം ഈ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നില്ലേ, അതെ, വരയുടെ നടുക്ക് വെച്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയും വരയ്ക്കാം. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരു പടം കൊടുത്തേക്കുന്നുണ്ടോ, മട്ടകോണിനേക്കാൾ എത്ര കുറവാണ്, അപ്പോൾ ചുവടെ കാണുന്നത് പോലെ ഒരു ലംബം വരച്ചാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചരിഞ്ഞ വരയ്ക്കും ലംബത്തിനുമിടയിൽ കോൺ എത്രയാണ്, മറുവശത്തെ കോൺ മട്ടത്തേക്കാൾ എത്ര കൂടുതലാണ്, ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേജ് നമ്പർ 129 ചോദ്യം കേട്ടോ. അതായത് ഇവിടെ തന്നെ അങ്ങ് ചെയ്യാം. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ നേരെയാണെങ്കിൽ നമുക്കറിയാം, നേരെയാണ് എങ്കിൽ ദാണ്ട് ഇവിടെ ഒരു കട്ട, ഞാൻ പറയില്ലേ, ഒരു കട്ട കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ, 90 ഡിഗ്രിയാണ് കേട്ടോ, 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ എന്തോ ഇത് ഒരു 50 തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പറ നോക്കിയേ, ഇത് നമുക്കറിയാം, ഇപ്പറ ഇതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 90 ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഞാൻ ഇവിടെ അതിൻ്റെ തിയറം കൊടുത്തിട്ടുണ്ട്. ദ സം ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് വിത്ത് 2 ലൈൻസ് മീറ്റ് ഈസ് 180 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വര വരച്ചു കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞ്. ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നാണ് ഇത് പറയുന്നത് കേട്ടോ. അതായത് നമ്മളൊരു വര വരച്ചു, ഈ വരയിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഞാൻ ഇതാണ്ട് ഇവിടെ ഇങ്ങോട്ട് വരച്ചെന്ന് വെച്ചോ, എന്നിട്ട് ഞാൻ പറയുക ഇവിടെ 30 ഉണ്ട് എന്ന് ഞാൻ പറയുക, 30 ഡിഗ്രി. അപ്പം ഇവിടെ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ എത്ര ആയിരിക്കും എന്ന് നിങ്ങളൊന്നും ആലോചിക്കേണ്ട. ഈ വലിയ വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 180 ഇനിയുള്ള കണക്കെല്ലാം നോക്കിയാൽ മതി. ഈ വലിയ വരയെ മറ്റൊരു വര ഇങ്ങനെ ഒരു വര വന്ന് അതിൽ മുട്ടുമ്പോൾ കേട്ടോ, അപ്പോൾ എത്ര, 180. ഇനി എത്ര ആണോ നമുക്ക് തരുന്നത് അതങ്ങ് 180 നിന്നും കുറച്ചാൽ മതി. എത്രയാണോ നമുക്ക് തരുന്നത് അതെന്താ, ഈ 180 നിന്നും കുറയ്ക്കുക. 180 നിന്ന് 30 പോയാൽ 150. അപ്പോൾ ഇവിടെ 150 ഡിഗ്രിയാണ്. മനസ്സിലാക്കണേ. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുകയെ, ഇവിടെ നമുക്ക് 90 ഓൾറെഡി ഉണ്ട്, കാരണം ഇവിടെ നമുക്ക് ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ, 90 ഉണ്ട്, ഇവിടെ ഒരു 50 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ, അതായത് ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും 90 ആണ്. എപ്പോഴും ഓർത്തോണം, ഒരു വര വരച്ചിട്ട് അതിൻ്റെ നേരെ ഇങ്ങനെ ഒരു വര വരച്ചാൽ പെർപെൻഡിക്കുലർ അല്ലേ, ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ, ബൈസെക്ട്, ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻ. അപ്പോൾ ഓർത്താൽ മതി, ഇവിടെ എപ്പോഴും 90 ആയിരിക്കും, ഇവിടെ എപ്പോഴും 90 ആയിരിക്കും എന്ന് ഓർത്തോണം. രണ്ടിടവും 90 ആയിരിക്കും, അതായത് 90 കൂടെ 180 ആവും കേട്ടോ. മൊത്തം എപ്പോഴും ഓർത്തോണം, 2 സൈഡും ഈ വര വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കിയേ വന്നിട്ടുണ്ടല്ലോ, 90 180. പക്ഷെ അവരിവിടെ ഒരു ക്ലൂ തന്നു നമുക്ക്, ഇവിടെ 50 ഉണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും എന്ന്. എത്രയായിരിക്കും നിങ്ങളെ, 5 4 40 ആയിരിക്കും അവിടെ കേട്ടോ. എന്താ, 5 4 9, അതായത് 50 40 കൂടാണ് 90. 90 180. മനസ്സിലാക്കണേ. അതുപോലെ തന്നെ അത് ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. അവിടെ 130 വന്നു കേട്ടോ. എങ്ങനെ ഇവിടെ 130 വന്നത്, അതായത് നമുക്ക് ഒരു സൈഡ് മാത്രം തന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ തന്നെന്ന് വെച്ചോ, 130 തന്നിട്ടുണ്ട്, ഇപ്പുറത്തെ വശം കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ മതി, 180 നിന്നും 130 അങ്ങ് കുറച്ചാൽ മതി. ഇങ്ങനെ എപ്പോൾ വര കാണുന്നോ 180 നിന്നും 180 നിന്നും തന്നിരിക്കുന്നത് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എത്ര, 50 ഇവിടെ വന്നത്. മനസ്സിലാക്കണേ. ഇതൊക്കെ എളുപ്പ വഴിയിലാണ് പറയുന്നത്, കുറച്ചുകൂടെയൊക്കെ ഇതായിട്ട് പറയാം. ഇവിടെ നോക്കിയാൽ 60 ഇങ്ങനെ
ഇങ്ങനെ എപ്പോൾ ചോദിച്ചാലും കേട്ടോ. ഇവിടെ നോക്കി, ഈ ചിത്രം നോക്കിയേ, ചരിഞ്ഞ വരയുടെ ഇടതുവശത്തുള്ള കോൺ എത്രയാണ്? ഇടതുവശം കണ്ടിത് ലെഫ്റ്റിലെ അല്ലേ. ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓഫ് ദ ലെഫ്റ്റ് ഓഫ് ദ സ്ലാൻഡഡ് ലൈൻ? ഈ ചരിഞ്ഞ വരയുടെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ്? ഒന്നും ആലോചിക്കണ്ടാവും നിങ്ങൾ. ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ എന്താ ചെയ്താൽ മതി? 180 മൈനസ് 60 എത്ര? 120 ഇവിടുത്തെ ആംഗിൾ കേട്ടോ. അവിടെ നിങ്ങൾ എഴുതി വെക്കല്ലേ, ഞാനൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് കാണിച്ചത്. ഇങ്ങനെ എപ്പോൾ തന്നാലും 180 നിന്നും കേട്ടോ, 180 നിന്നും തന്നിരിക്കുന്നത് മൈനസ് ചെയ്യുക, അപ്പം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ അറിയാമോ കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ വരകൾ ചേരുന്ന സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് ഒരു ലംബം സങ്കല്പിച്ച് നിങ്ങൾ നോക്കൂ. ഇടതുവശത്തെ കോണ് 90 ഡിഗ്രിയേക്കാൾ എത്ര കുറവാണ്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇനി നേരെ ഒരു അവരങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഈ വരയ്ക്ക് നേരെ ഒരെണ്ണം വരച്ചു, നേരെ വരച്ചു. മുമ്പ് നമ്മുടെ ടെസ്റ്റ് ചെയ്തേക്കുന്ന രീതിയാണ്. നേരെ വരച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പുറത്ത് എത്ര? 90 കേട്ടോ. ഓർത്ത് വെച്ചേക്കണമില്ല. നേരെ ആണെങ്കിൽ ഇവിടെ എത്രയാ? 90 ആണ്, നമുക്കറിയാം അല്ലേ, 90 ആണ്. പിന്നെയോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 90 വരണം. അപ്പോൾ എത്ര? 6 3 9 30 കൂടി വരണം. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഈ ലൈൻ വരച്ചു, നമുക്ക് ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ 60 തന്നു. ഇനി അവർ പറഞ്ഞേക്കുന്നത് നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ നേരെ ഒരു വര കൊടുക്കൂ, നേരെ ഒരു വര കൊടുക്കൂ. നമ്മൾ കൊടുത്തു കേട്ടോ. നേരെ കൊടുക്കാൻ്റെ അർത്ഥം എന്താ? ഇവിടെ 90 ആണെന്നാണ്, 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര വേണം? 90 വേണം. ഈ ഇങ്ങനെ നേരെ വരച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും 90 വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ 90 വേണം, പക്ഷേ ഇവിടെ 60 ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താ? ഒരു 30 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ 90 ആയേ, 90 ആയേ, 60 30 90. അപ്പോൾ 90 90 180, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരികയും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നല്ലപോലെ നോക്കണേ കേട്ടോ. അതായത് ഇമാജിൻ എ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് വേർ ദ ലൈൻ മീറ്റ്. വരകൾ ചേരുന്ന സ്ഥാനത്ത് നിന്നും മുകളിലേക്കൊരു ലംബം കേട്ടോ, പെർപെൻഡിക്കുലർ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. വലതുവശത്തെ കോണ് 90-നേക്കാൾ എത്ര കുറവാണ്? 90-നേക്കാൾ എത്ര കുഞ്ഞുങ്ങളെ? 30 കുറവാണ്. അപ്പോൾ ഇവിടെ 30, 60 അല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര കുറവ്? 30 കുറവാണ്. ഇടതുവശത്തെ കോൺ 30-നേക്കാൾ എത്ര കൂടുതലാണ്? നോക്കി, ഇവിടെ 120 ആവുന്നത് അല്ലേ. എത്ര? 90-നേക്കാൾ കൂടുതൽ 30 കൂടുതലാണ് അല്ലേ. ഇപ്പോഴത്തെ ഇടതുവശത്തെ കോൺ എത്രയാണ്? ഇടതുവശത്ത് 60 ഉണ്ട്. ഈ 30 കൂടെ കൊട്ടിപ്പോൾ 90 ഇവിടെയും 90. അത് നമ്മളാണ്ട് ഇങ്ങനെ തന്നെ കാണിക്കണം കേട്ടോ, എങ്ങനെയാണ് വന്നതെന്ന്. അപ്പം 3 ആംഗിൾ അല്ലെങ്കിൽ കോണുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. 3 അല്ലേ. കണ്ട, ഇവിടെ ഒരു 60 ഉണ്ട്, ഇവിടെ ഒരു 60 ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട് 30, ഇവിടെ ഒരെണ്ണം ഉണ്ട് 90. 3 ആംഗിളുകൾ അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടി തൊട്ട് താഴെ ഒരെണ്ണം തന്നിട്ടുണ്ടോ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, പെൻസിൽ വെച്ച് ചെയ്യാൻ നോക്കിയേ. ഇവിടെ 100 നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, അല്ലേ വേണ്ട, 100 തന്നിട്ടുണ്ട്. ഈ ഓപ്പോസിറ്റ്, അതായത് ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് മുട്ടുമ്പോൾ നോക്കിക്കേ, 180 നിന്നും ഈ 100 അങ്ങ് കുറച്ചാൽ മതി. ബാക്കി 80 ഇവിടെ വരുന്നത്, 80 ഡിഗ്രി കേട്ടോ. എല്ലാത്തിൻ്റെയും നോക്കിയേ, ഒരു വര വരച്ചു, അതേ വന്ന് ഇതാണ് മുട്ടിയിരിക്കുന്നത്. അപ്പം 45 ഉണ്ട്. അപ്പം 180 നിന്നും 45 കുറയ്ക്കുക. 10 5 പോയാൽ 5 ആണ്. പിന്നെ ഇവിടെ 7 ഉള്ളൂ. 7 4 പോയാൽ 3 ആണ്. പിന്നെ ഇവിടെ 1. അപ്പോൾ ഇവിടെ 135 ഡിഗ്രിയാണ്. ഏത് ചോദിച്ചാലും 180 നിന്ന് അങ്ങ് കുറച്ചാൽ മതി. ഇവിടെ 30 ആണ്, അതായത് 180 നിന്നും 30 കുറയ്ക്കുക. അപ്പം 150 കേട്ടോ, 150 ഡിഗ്രിയാണ്. ഇവിടെ 80 നമുക്കറിയാം. 180 നിന്നും 80 പോയാൽ ബാക്കി 100 ഇവിടെ 100 ഡിഗ്രിയാണ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് എളുപ്പമാണ് പഠിക്കാൻ. അതായത് നിങ്ങളൊരു ലൈൻ വരച്ചിട്ട് കേട്ടോ, അതിൻ്റെ തിയറമാണ് ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ സം ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് വെൻ 2 ലൈൻസ് മീറ്റ് 180 ഡിഗ്രി. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ, 2 വര എന്ന് വെച്ചാൽ ഇതൊരു വര, ഈ വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുക. ഈ വര വന്ന് കൂട്ടിമുട്ടുക. ഒരു വരയെ അല്ലെങ്കിൽ ദ സം ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് വിത്ത് 2 ലൈൻസ് മീറ്റ്. 2 വരകൾ, ഈ ഒരു വര, ഈ ഒരു വര, ഈ 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ, രണ്ടുകൂടെ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണായില്ലേ. അതാണ് ഇവിടെ ഒരു കോണ്, ഇവിടെ ഒരു കോണ്, 2 കോണ് അല്ലെ 2 ആംഗിൾസ് കേട്ടോ. 2 ആംഗിൾസുകളുടെ തുക എപ്പോഴും എത്ര? 180 ഡിഗ്രിയാണ്. അതൊന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്ത കണക്കിലെല്ലാം അതാണ്, 180 ഡിഗ്രിയാണ്.
കേട്ടോ. ചുവടെയുള്ള ചിത്രങ്ങൾ ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇൻ ദ പിക്ചർ ബിലോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദി ലെഫ്റ്റ്. ഈ ലെഫ്റ്റ് ചുവടെയുള്ള ചിത്രങ്ങളിൽ ഇടതുവശത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? ഇടതുവശത്ത് താണ്ട് ഇത് എത്ര ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഇത് മൊത്തം എത്ര കുഞ്ഞുങ്ങളെ 180 ആണെന്ന് കേട്ടോ. എപ്പോഴും അറിയണം ഇത് മൊത്തം 180 ഇവിടെ എത്ര തന്നിട്ടുണ്ട്? ഒരു 50 തന്നിട്ടുണ്ട്, പിന്നെ ഒരു 25 തന്നിട്ടുണ്ട്. 50 25 75 ഡിഗ്രി നമുക്ക് എന്താ ഇവിടെ വരെ ആയപ്പോൾ 75 ഡിഗ്രി ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. മൊത്തം എത്ര ആണെന്ന് നമുക്കറിയാം, 180 ദ സം ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നോക്കി മൊത്തം എത്ര ഉണ്ട്? 3 ആംഗിൾസ് ഉണ്ട് അല്ലേ? 1 2 3 3 കൂടെ 3 4 5 എത്രയോ ആയിക്കോട്ടെ, ഒരു വരയെ എത്ര വേണോലും ലൈൻസുകൾ ഇങ്ങനെ വന്നോട്ടെ കുഞ്ഞുങ്ങളെ കേട്ടോ. മൊത്തവും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? ഇത് മൊത്തവും കൂടെ കൂട്ടുമ്പോൾ 180 വരണമെന്നേ ഉള്ളൂ കേട്ടോ. 180. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്, 50 25 75 കേട്ടോ. ഇനി എന്തോ ചെയ്യണം? മൊത്തം എത്ര വരേണ്ടത്? 180. 180ൽ നിന്നും ഈ 75 അങ്ങ് കുറച്ചാൽ പോരായോ? മൊത്തം 180 ഇവിടെ വരെ ആയപ്പോഴേക്കും 75 പക്ഷേ ഇനി 180 വരണ്ടേ? അപ്പോൾ 180ൽ നിന്നും 75 മൈനസ് ചെയ്യണം. നോക്കിയേ, 0ൽ നിന്ന് 5 പോകത്തില്ല. ഇവിടുന്ന് കടവെടുത്തു 10, 10ൽ നിന്ന് 5 പോയാൽ 5, 7ൽ നിന്ന് 7 പോയാൽ 0 1. അപ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 105 ഇവിടുത്തെ കേട്ടോ. നീ സെപ്പറേറ്റ് വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനെ വേറെ എത്ര ലൈനാണോ വരുന്നത് കേട്ടോ, എത്ര വന്നാലും വേണ്ടിയില്ല, നമുക്കിവിടെ മൊത്തത്തിൽ എത്ര വരണം? 180 180 വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ആംഗിളിൻ്റെയും ഡിഗ്രി തന്നിട്ടുണ്ട്, 50 25 75 കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പഠിച്ച് വെച്ചെങ്കിൽ 105 വന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? മൊത്തം കൂടെ കൂട്ടുമ്പോൾ 180 വരണം. അതിൻ്റെ തൊട്ട് താഴത്തെ കൂടെ പറയാം നിങ്ങൾ നോക്കിയേ. ഇൻ ദ പിക്ചർ ബിലോ ദാറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ. അതായത് ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോണിൻ്റെ അളവ് എന്താണ്? നമുക്ക് 2 സെറ്റ് സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ 2 സെറ്റ് സ്ക്വയർ കേട്ടോ. ഈ സെറ്റ് സ്ക്വയർ നമ്മൾ നേരത്തെ ഇത് പഠിച്ചതാണ്. ഈ സെറ്റ് സ്ക്വയർ ഏതെടുത്താലും ഇത് 180 ആവും നിങ്ങൾ കേട്ടോ. ഇതും 180 എന്ന് വെച്ചാൽ ഇതിൻ്റെ 3 വശവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 വരും കേട്ടോ. 3 വശവും കൂടെ കൂട്ടുമ്പോൾ 180 വരും കേട്ടോ. അതായത് എന്താണ്ട് ഇത് നേരെയല്ലേ ഇരിക്കുന്നത്? നേരെയാണെങ്കിൽ ഇവിടെ എത്രയാണെന്നറിയോ? 90. നമ്മളിപ്പോൾ പറഞ്ഞ നേരെ ഇരിക്കുന്ന ഒരു ആംഗിൾ 90 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 നമ്മൾ തിരിച്ച് വെച്ച് 2 ഒരുപോലെ ഇരിക്കുന്നതല്ലേ? നോക്കിയേ, 2 ഒരുപോലെയല്ലേ? അപ്പോൾ അതെന്താ? 45 45 കേട്ടോ. 45 40 ഇവിടെ 2 45 ഇവിടെ 90. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര? 180 കേട്ടോ. ആ വലിയ സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഓർമ്മയുണ്ടോ? ഇതെത്ര നിങ്ങളെ? ഇത് 45, ഇതും 45, ഇത് 90. അങ്ങനെ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 180 വരും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ചെറുത്. നോക്കിക്കേ, ഈ ചെറുതിനെ നമ്മൾ നേരെ വെച്ചേ, ഇത് 90, അതിനൊരു മാറ്റവും ഇല്ല. എന്താ നിങ്ങളെ? ഇത് 90. ഇനി അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമില്ലേതാണ്ട് ഇത് ചെറിയത്, അത് 30 കേട്ടോ. എത്ര? 30. അതിൻ്റെ ഓപ്പോസിറ്റ് 60. അതിൻ്റെ അർത്ഥം എന്താ? നോക്കി 60, ഇത് 30, 60, 90. അതും 3 കൂടെ കൂട്ടുമ്പോൾ എത്ര 180. 2 സെറ്റ് സ്ക്വയറിൻ്റെയും മെഷർ 180 അതായത് നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച് കാണിച്ചിരിക്കുകയാണ് അവർ. കണ്ടോ, ഈ 2 സെറ്റ് സ്ക്വയറും ഇങ്ങനെ പേപ്പറിൽ വെച്ച് കാണും. ഇതൊരു സെറ്റ് സ്ക്വയർ, ഇതൊരു സെറ്റ് സ്ക്വയർ. കണ്ടോ, ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. തിരിച്ച് വെച്ച് കണ്ടേ, ഇങ്ങനെ കാണിച്ചിരിക്കുക. ടെസ്റ്റിൽ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം എത്രയൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് പറയാൻ ഞാൻ, ഈ ചെറിയ കുഞ്ഞു വശം എത്ര കുഞ്ഞുങ്ങളെ? ഈ ചെറിയ വശം 30 കേട്ടോ. പിന്നെയോ ഇത് 90. ഇതും എന്താ? പിന്നെ 90 കേട്ടോ. അതെപ്പോഴും ഓർത്തോണം. പിന്നെ ഈ 30ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്രയായിരിക്കും? 60. ഇവിടെ എത്ര നിങ്ങളെ? 60 കേട്ടോ. 60. ഇവിടോ ഇത് 45. ഇതും 40. ഇവിടെ ഇങ്ങനെ മൂലയ്ക്കും 45 കേട്ടോ. 45. ഇത് 45 90 60 30 90. ഇതങ്ങ് നല്ലപോലെ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഇങ്ങനൊരു സെറ്റ് സ്ക്വയർ ആണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്കെയിലും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ സ്കെയിൽ എന്ന് വെച്ചാൽ നേരെ ആവാൻ വേണ്ടി, ഇവർ തങ്ങളിൽ ചാടിപ്പാത നേരെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ ഇങ്ങനെ. അപ്പം നമ്മളോട് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഇവിടുത്തെ അളവ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്.
ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഇത് മൊത്തം എത്രയാണെന്ന് നമുക്കറിയാം. എത്രയായിരിക്കും? അപ്പോൾ നോക്കിയോ നിങ്ങളെ, നമ്മൾ പറഞ്ഞു നേരെ ഇരിക്കുകയാണെങ്കിൽ മൊത്തം എത്ര വരണം? 180 നമുക്ക് വരേണ്ടത് അല്ലേ? 180. അപ്പം ഈ സൈഡിലോട്ട് വരച്ചപ്പോൾ കേട്ടോ, ഈ സൈഡിലോട്ട് വരച്ചത് എത്ര? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര? 60 ഉണ്ട് അല്ലേ? ഈ സൈഡിൽ 60 ഉണ്ട്. ഇവിടെ നോക്കിയാൽ 45 ഉണ്ട്. അപ്പം നമുക്ക് അങ്ങ് വരയ്ക്കാം. റഫായിട്ടൊന്ന് വരയ്ക്കുക കേട്ടോ. ഇങ്ങോട്ടുണ്ടായിരുന്നു 45 ഉണ്ടായിരുന്നു, ഇങ്ങോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അളന്നിട്ടില്ല, കാരണം നമുക്ക് സെറ്റ് സ്ക്വയർ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ വരുന്നത്. ഇങ്ങോട്ട് 60 ഉണ്ട്, ഇങ്ങോട്ട് 45 ഉണ്ട്. നമുക്കറിയാം ഇത് മൊത്തം എത്ര വരണമെന്നാണ് പറഞ്ഞത്? 180 വരണം അല്ലേ? പക്ഷേ ഇവിടെ എന്താ 60 45 ഉണ്ട്. അതായത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. 60 ഉണ്ട് അല്ലേ? 45 ഉണ്ട്. അപ്പോൾ 60 45 എത്ര നിങ്ങളെ? 105 അല്ലേ? എത്ര വരണം? 180 വരണം. 180 നിന്നും ഈ 105 അങ്ങ് കുറയ്ക്കണം കേട്ടോ. ഇങ്ങോട്ട് പോയി 10, 10 ൽ നിന്ന് 5 പോയാൽ 5, പിന്നെ ഇവിടെ 7 ഉള്ളൂ, 7, 75 കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര വരണം? 75 ഡിഗ്രിയാണ് ഇവിടെ വരേണ്ടത്. ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അതായത് നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ അറിയാവുന്നവർക്ക് ഇത് എളുപ്പം ചെയ്യാം കേട്ടോ. ഏത് മൂലം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ വെച്ചായിരിക്കും ഒക്കെ തരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള മോഡൽ അറിയത്തില്ലല്ലോ എന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓരോന്നിൻ്റെയും ആ കോർണർ ആണ്ട് ഇത് നോക്കി നേരെ ഇരിക്കുകയാണ്. ഇത് നോക്കി, ഇത് നേരെ ഇരിക്കുന്നതാണ് കണ്ടോ. ഇത് നേരെയാണെങ്കിൽ ഈ മൂല ഏതാ? ഈ മൂല വെർട്ടക്സ് ഏതാ? 90 കേട്ടോ. ഇത് നോക്കിയാൽ 90. അതായത് ഇതിൻ്റെ രണ്ട് മുകൾ വശവും 90. ഇതും 45, ഇത് 60, ഇത് 30. അപ്പോൾ ഏത് കോർണറാണോ നമുക്ക് തരുന്നത് അത് വെച്ച് വേണം ചെയ്യാൻ. ഇവിടെ നമുക്ക് തന്നത് 60 45 ആയിരുന്നു. അത് രണ്ടും കൂടി അങ്ങ് കൂട്ടുക. അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 105 കിട്ടി. അന്നേരം എന്താ? മൊത്തം 180. നിങ്ങളെല്ലാം 180 അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഏത് ചെയ്താലും 180 നിന്ന് മൈനസ് ചെയ്യുക കേട്ടോ. മനസ്സിലായെങ്കിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ബാക്കി നമുക്ക് പാർട്ട് 2 ഇടാം. Okay, thank you.